ഹായ്ഡി. ഹായ്ഡി. സുഖമായിട്ടിരിക്കുന്നു? കുഞ്ഞെന്തിയെ? സുഖമായിട്ടിരിക്കുന്നു. കുഞ്ഞോട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നീ അത് സൈൻ ചെയ്തോ? സൈൻ ചെയ്തു. നീ ആലോചിച്ചെടുത്ത തീരുമാനമാണോ? ഒന്നുകൂടി ഒന്ന് സംസാരിച്ചു നോക്കൂടെ? അവർക്ക് വേണ്ടെങ്കിൽ പിന്നെ നമ്മളായിട്ട് എന്തിനാ? ലൈഫിന്റെ കാര്യമല്ലേ. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒന്നും കൂടി ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ എല്ലാം സെറ്റാവുന്നു. അതിലൊന്നും കാര്യമില്ല. എനിക്കെല്ലാം മടുത്തു. ഓക്കെ ഡി, എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി. ഒറ്റയ്ക്കാന്നുള്ള തോന്നലൊന്നും വേണ്ട. നിനക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം. ഓക്കെ എന്നാ ബൈ. ഇത് കൊടുത്ത ഇത് അച്ഛൻ നമ്മുടെ കൂടെ ഉണ്ടാവില്ല. ഞാൻ കുറച്ച് ലേറ്റ് ആയി. അഡ്വക്കേറ്റിനെ കണ്ടായിരുന്നു, അതായിരുന്നു. അത് കുഴപ്പമില്ല, ഞാൻ എന്തായാലും നോഫ് എടുത്തേക്കുമായിരുന്നു. ഇരിക്കാം. എന്നാ ഇനി പോകുന്നത്? ഞാൻ സാറ്റർഡേ പോകും. എല്ലാം ഇപ്പൊ പാക്ക് ചെയ്ത് കഴിഞ്ഞു? ഇല്ല, എന്റെ കുറച്ച് ഡ്രസ്സ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. പ്രത്യേകിച്ച് ഒന്നും പാക്ക് ചെയ്യാനായിട്ടൊന്നും ഇല്ല. അമ്മ സുഖമായിട്ടിരിക്കുന്നു? ഇടയ്ക്കൊന്ന് ചെറിയ വയ്യാഴിക വന്നായിരുന്നു, പക്ഷെ ഇപ്പൊ ഓക്കെ ആയിരുന്നു. നാളെ ഓഫായിരുന്നു. ഞാൻ ഫ്യൂ ഡേയ്സ് ഓഫ് എടുത്തു. ഞാൻ കാരണം കുറെ ബുദ്ധിമുട്ടായില്ലേ ലൈഫിൽ? എന്ത് ബുദ്ധിമുട്ട്? ഞാനിപ്പോ ഇതിനോടെല്ലാം അഡ്ജസ്റ്റ് ആകാൻ പഠിച്ചു. നൈസ് ക്യാറ്റ്. ഇതിനെപ്പോഴാണ് മേടിച്ചത്? കുറച്ച് ദിവസമായുള്ളൂ. മോള് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ, അപ്പോൾ അതുകൊണ്ടൊരു കൂട്ടിന്. മാസ്റ്റേഴ്സിന്റെ ക്ലാസ് ഒക്കെ എങ്ങനെ പോകും? അതൊക്കെ ഞാൻ വിട്ടു. കുറച്ച് നാള് മോളുടെ കൂടെ ഒന്ന് സ്പെൻഡ് ചെയ്യണം. മോൾക്ക് സെന്റ് സേവിയർസിൽ അഡ്മിഷൻ കിട്ടി. അച്ഛനും അമ്മയൊക്കെ സുഖമായിട്ടിരിക്കുന്നു? അച്ഛനും അമ്മയും സുഖമായിട്ടിരിക്കുന്നു. അവർക്ക് കുഴപ്പമൊന്നുമില്ല. ഹാപ്പിയാണോ? I don't know, but I have to. എനിക്കറിയാം ഞാനൊരു പെർഫെക്റ്റ് ഹസ്ബൻഡ് അല്ലായിരുന്നു. എൻ്റെ ഇമോഷൻ്റെ ഒപ്പം ഞാൻ വേറെ ഒരു ഇമോഷന് വലിയ വാല്യൂ കൊടുത്തിട്ടില്ല. അത് തന്നെയായിരിക്കും എൻ്റെ പരാജയത്തിന് കാരണം. ഞാനും ചില കാര്യങ്ങളിൽ ഇമോഷണലായി പെരുമാറി. ബട്ട് അതൊന്നും വേണ്ടായിരുന്നു. അതൊക്കെ മനസ്സിലാക്കി പഠിച്ചു വന്നപ്പോഴേക്കും എല്ലാം കഴിഞ്ഞു. ഞാൻ പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ പോലും ഇൻട്രോട്ടായി പോകരുത്. അതൊരു വല്ലാത്ത ജീവിതമാണ്. അതിൽ നിന്ന് പുറത്തു വരാൻ ഭയങ്കര പാടാണ്. നമ്മുടെ ജീവിതവും നമ്മുടെ കൂടെ ജീവിക്കുന്നവർക്ക് സന്തോഷം കൊടുക്കാൻ പറ്റത്തില്ല. അതൊക്കെ സ്വയം തോന്നുന്നതാണ്. ലൈഫിൽ ആരും പെർഫെക്റ്റ് അല്ലല്ലോ. ഞാനും. മോളുടെ ബർത്ത്ഡേക്ക് വരത്തില്ലേ? ഇരിക്കുന്ന പോയി ലെറ്റർ എടുത്തിട്ട് വരാം.
പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, ഞാൻ ആ ലെറ്റർ അവിടെ വെച്ചിരുന്നായിരുന്നു, പക്ഷെ ഇതിപ്പോ കാണുന്നില്ല. കാണുന്നില്ലേ? ആ ടെൻഷൻ അടിക്കണ്ട, നമുക്ക് നോക്കാം അത്. ഞാനത് ഇറങ്ങട്ടെ, ഒന്നുകൂടെ നോക്കി നോക്ക്. കിട്ടിയില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ഞാൻ അഡ്വക്കേറ്റിനോട് ഒന്നുകൂടെ പറയാം കേട്ടോ.